നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഉത്സവ കേരളം വീണ്ടും ആഹ്ലാദാരവ നിറവിൽ. ആന എഴുന്നള്ളിപ്പിന് മീതെ പടർന്നിരുന്ന ആശങ്കയുടെ കാർമേഘം ഒഴിയുന്നു. ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2012 ചട്ടങ്ങൾ പ്രകാരം ആന എഴുന്നള്ളിപ്പിന് കൃത്യമായ മാർഗരേഖ. അതിനപ്പുറം ഹൈക്കോടതിക്ക് നിർദ്ദേശങ്ങൾ നൽകാനാകില്ല. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആനകൾക്ക് എങ്ങനെയാണ് 3 മീറ്റർ അകലം പാലിക്കാൻ സാധിക്കുകയെന്നും പരമോന്നത കോടതി. പകൽ 9 മണി മുതൽ 5 വരെ എഴുന്നള്ളിപ്പ് പാടില്ലെന്ന നിർദ്ദേശവും സുപ്രീം കോടതി തള്ളി. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആഘോഷ കമ്മിറ്റികൾക്കെന്നും സുപ്രീം കോടതി ഉത്തരവിൽ. സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവിൽ ആഹ്ലാദപൂരമൊരുക്കി ഉത്സവ കേരളം. വിധിയെ സമ്പൂർണ്ണമായി സ്വാഗതം ചെയ്ത് വടക്കാഞ്ചേരി ഉത്രാളിപ്പൂരം ആഘോഷ കമ്മിറ്റികൾ. തങ്ങളുടെ ആവശ്യങ്ങൾ സമ്പൂർണ്ണമായി അംഗീകരിച്ചതായി കുമരനെല്ലൂർ ദേശം പ്രസിഡന്റും മുൻ ചീഫ് കോർഡിനേറ്ററുമായ AK സതീഷ് കുമാർ. സുപ്രീം കോടതിയിൽ തൃശൂർ പൂരം, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് വേണ്ടി ഹാജരായത് വിഖ്യാത അഭിഭാഷകൻ കപിൽ സിബൽ. പാർലിക്കാട് നൈമിഷാരണ്യം ഭാഗവതത്തിന്റെ സുന്ദര സുഗന്ധ ശോഭയിൽ. വിജ്ഞാന മഹോത്സവം, പരമതത്വ സമീക്ഷാ സത്രത്തിന് ധ്വജാരോഹണ മഹിമ. 10 സുദിനങ്ങൾ നൈമിഷാരണ്യത്തിൽ ആയിരങ്ങളെത്തും. കൊല്ലം ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി ആപ്തലോകാനന്ദ ഉദ്ഘാടനം ചെയ്യും. പാരായണത്തിനുള്ള ഭാഗവത ഗ്രന്ഥം നൈമിഷാരണ്യത്തിലെത്തി. തോളൂരിൽ വീടുകളിലെ മാലിന്യ സംസ്കരണത്തിന് കർമ്മ പദ്ധതി. സബ്സിഡി നിരക്കിൽ ബയോബിന്നുകൾ വിതരണം ആരംഭിച്ചു. 2860 രൂപ വിലയുള്ള ബിന്നുകൾ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് 286 രൂപയ്ക്ക്. ജൈവ മാലിന്യങ്ങൾ വളമാക്കാനുള്ള ഇനോക്കുലവും വിതരണം ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നാ ഒരു കുഞ്ഞു കാർ പോയപ്പോഴും ഇവന് ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനം നടത്താൻ റോഡ് കെട്ടിയടച്ച പാർട്ടി നടപടിയെ സമ്പൂർണ്ണമായി ന്യായീകരിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. ഗ്രൗണ്ട് കിട്ടാത്തതുകൊണ്ടാണ് റോഡ് വക്കത്ത് സ്റ്റേജ് നിർമ്മിച്ചതെന്നും അവകാശവാദം. കോടതിയെ പരസ്യമായി കളിയാക്കി CPM മുതിർന്ന നേതാവ്. 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ചോദ്യം. എല്ലാവരും കാറിൽ പോകേണ്ടതുണ്ടോ എന്നും വിജയരാഘവൻ. നടന്നു പോകണമെന്നും ഉപദേശം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇനി മാക്സിലോഫേഷ്യൽ സർജറി വിഭാഗവും. വാഹന അപകടങ്ങളിലും മറ്റത്യാഹിതങ്ങളിലും മുഖത്തും വായിലും ഉണ്ടാകുന്ന ഗുരുതര പരുക്കുകൾക്ക് ദ്രുത ചികിത്സ ഉറപ്പാക്കും. പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് വേളക്കോട് അംഗനവാടിക്ക് പുത്തൻ കെട്ടിടം. വാഴാനി കനാൽ ബണ്ടിലെ പുറമ്പോക്കിൽ നിന്ന് കുരുന്നുകളുടെ പഠന കേന്ദ്രത്തിന് മോചനം. ഇരിമ്പ്ര നെല്ലൂർ ശാസ്താമണിയുടെ കുടുംബാംഗങ്ങൾ നൽകിയത് 5 സെന്റ് സ്ഥലം. നിർമ്മാണോദ്ഘാടനം സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA നിർവഹിച്ചു. ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടനാ ശില്പി അംബേദ്കറെയും അപമാനിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരും BJPയും പതിവാക്കിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ഇത് രാഷ്ട്രത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും രമേശ്. NSS പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിൽ വലിയ സന്തോഷം. പങ്കെടുക്കുമെന്നും രമേശ് ചെന്നിത്തല. വനനിയമ ഭേദഗതി വിജ്ഞാപനം മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് ആരോപണം. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം. എങ്കക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ കനൽ. വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ച് സമരം. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരകത്ത് ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുക കേരള വിഷൻ ലക്ഷ്യം. കൊളങ്ങാട്ടുകര വീണയൻ വിഷൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ കോമൺ സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. KCCL ചെയർമാൻ K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. CEO സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് മുഖ്യാതിഥിയായി. ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു.